എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേരള PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി ആവട്ടെ, ഇനി ആദ്യമായിട്ട് ഈ വർഷം എന്ന PSCക്ക് പഠിച്ചു തുടങ്ങാമെന്ന് തീരുമാനമെടുക്കുന്നവരാവട്ടെ, നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു അവസരമായിട്ടാണ് നമ്മൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. PSC 20 പുതിയ നോട്ടിഫിക്കേഷൻ ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഉടൻ തന്നെ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ, അതായത് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഓൾറെഡി PSC എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊഫൈൽ വന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അടുത്തതായിട്ട് അതേ കമ്പനി ബോർഡ് അസിസ്റ്റന്റില് LGS, അതായത് ഒരു 7ാം ക്ലാസ് നിങ്ങൾ പാസ്സായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വിജ്ഞാപനമാണ് അടുത്തതായിട്ട് PSC റിലീസ് ചെയ്യാൻ പോകുന്നത്. അതായത് 7th 10th ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ കമ്പനി ബോർഡ് കമ്പനി കോർപ്പറേഷനിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിന്റെ നോട്ടിഫിക്കേഷൻ 31-ാം തീയതി എന്ത് ചെയ്യുന്നുണ്ട്, PSC റിലീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഏതൊക്കെയാണ് അടുത്തതായിട്ട് PSC റിലീസ് ചെയ്യാനായിട്ട് പോകുന്ന നോട്ടിഫിക്കേഷൻസ് എന്ന് നോക്കാം. അതില് പ്രധാനമായിട്ടും പറയുന്നത് പോലീസ് ബാൻഡ്, ബ്ലൂഗർ, ഡമ്മർ തസ്തികയിലേക്ക് 2ാമത്തെ വിജ്ഞാപനമാണ് വരുന്നത്. ആരും പോവരുത്, മുഴുവൻ നോട്ടിഫിക്കേഷൻ കാണണം. ഇതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട് കേട്ടോ, ഓരോ നോട്ടിഫിക്കേഷൻസ് പറയുന്നുണ്ട്. അപ്പൊ പോലീസ് കോൺസ്റ്റബിളില് ബാൻഡ്, ബ്ലൂഗർ, ഡ്രമ്മർ തസ്തികയിലേക്ക് 2ാമത്തെ വിജ്ഞാപനം PSC കൊണ്ടുവരികയാണ്. 2022 ഡിസംബർ 30-നായിരുന്നു ആദ്യത്തെ വിജ്ഞാപനം വന്നത്. അതില് 276 ഒഴിവുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ റാങ്ക് ലിസ്റ്റില് 133 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും പേർക്ക് നിയമന ശുപാർശ നൽകിയതോടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണ്. ബാക്കി ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, 2ാമത്തെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നത്. അതായത് നോട്ടിഫിക്കേഷൻ വന്ന് റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾക്ക് കൊടുത്തിട്ടും അതിൽ കൂടുതൽ വേക്കൻസി ഉണ്ടായിരുന്നു അല്ലെ. ഇനി അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ, ഇപ്പൊ നിങ്ങൾക്കറിയാം അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ വുമണിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി PSC എന്ത് ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് അസിസ്റ്റന്റ് പ്രിസണർ മെയിലിന്റെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാൻ പോവാണ്, റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പം ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് 2024 ഫെബ്രുവരി 6-ന് നിലവിൽ വന്നതിൽ നിന്ന് 585 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 20-നാണ് നിലവിലെ അവസാനത്തെ ശുപാർശ പോയത്. അപ്പം ഇത് നമുക്ക് നിലവിൽ പോയിരിക്കുന്ന ശുപാർശയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഏകദേശം 585 നിയമന ശുപാർശ പോയിട്ടുണ്ട്. ഉടൻ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാണ്, PSC പ്രസിദ്ധീകരിക്കാൻ പോവാണ്. ഇനി ജനറൽ രീതിയിൽ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് ഓഫീസർ, സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനി കോർപ്പറേഷൻ എന്നിവയിലെ LGS, മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്, അഡീഷണൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഫിഷറീസ് വകുപ്പിൽ ഫിഷറീസ് ഓഫീസർ, കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, സ്റ്റെനോഗ്രാഫർ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, ജനറൽ കാറ്റഗറി സൊസൈറ്റി, പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ, ബാൻഡ്, ബ്ലൂഗർ, ഡ്രമ്മർ, അതുപോലെ പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിൽ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ, ജലവകുപ്പിൽ ബോട്ട് ലാസ്കർ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ അക്കൗണ്ടന്റ്. അതുപോലെ ജില്ലാ തലത്തില് നമുക്ക് മലപ്പുറം ജില്ല വനം വന്യജീവി സങ്കേതം ഫോറസ്റ്റ് ഡ്രൈവർ, അതുപോലെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ HSST സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് STക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ജില്ലാ തലത്തില് വിവിധ വകുപ്പുകൾ മലപ്പുറം ക്ലാർക്ക്, അത് ST കാറ്റഗറിക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ NCA നോട്ടിഫിക്കേഷൻ സംസ്ഥാന തലത്തില് ആരോഗ്യ വകുപ്പിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ഡ്രൈവർ ട്രെയിനി, എല്ലാം NCA നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു, നമുക്ക് SC പറഞ്ഞിരിക്കുന്നത്. വനം വന്യജീവി വകുപ്പിൽ വിവിധ ജില്ലകളിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, വിശ്വകർമ്മ, ഹിന്ദു, നാടാർ, മുസ്ലിം, അതുപോലെ LC കാറ്റഗറി. ലെജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റിൽ തിരുവനന്തപുരം, അമിറ്റീസ് അസിസ്റ്റന്റ് OBCക്കാണ് വരുന്നത്, അമിറ്റീസ് അസിസ്റ്റന്റിന്. വനം വന്യജീവി വകുപ്പ് എറണാകുളം ജില്ലയില്, റിസർവ് വാച്ചർ, ഡിപ്പോ വാച്ചർ, SIUC നാടാർ കാറ്റഗറിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നിലവില്
കോമൺ ആയിട്ട് കമ്പനി ബോർഡ് LGS എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. മെയിൽ കാറ്റഗറിയിൽ വരുന്ന നമുക്ക് ഏതാണ് അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ, പിന്നെ പോലീസ് വകുപ്പിൽ വരുന്ന നമുക്ക് ഡ്രമ്മർ തുടങ്ങിയ മേഖലയിലേക്ക് വരുന്നവരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ NCA നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. NCAയുടെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോ ഈ വരുന്ന മാസം, അതായത് നവംബർ ഡിസംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിനി VFAയുടെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബെവ്കോ LDC നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നുണ്ട്. തുടങ്ങിയ ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് PSC റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിനെല്ലാത്തിനും കൂടെ കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു സിംഗിൾ കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോഴ്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ ഉൾപ്പെടെ 7th ലെവൽ കമ്പനി ബോർഡ് LGS, 10th ലെവൽ, +2 ലെവലിലുള്ള എല്ലാ യൂണിഫോം പോസ്റ്റുകൾ ആൻഡ് നിങ്ങൾക്ക് ഡിഗ്രി ലെവലിലുള്ള എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് AZB അക്കാഡമിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഒന്നല്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷനിൽ പോയിട്ട് പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരു പർട്ടിക്കുലർ കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വിളിച്ചാൽ അതിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് നമ്മളുടെ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.